ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ആരാണ് പ്രതികൾ? SFIക്കാരല്ലേ? അടിയന്തരമായി ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. പി കെ നവാസ്, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ റിമാൻഡിലുള്ള 3 പ്രതികൾക്കും KSUമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ആകാശിന് ഈ പറയുന്ന യൂണിറ്റ് പ്രവർത്തകനായിരുന്നുവെന്നും ആകാശിന്റെ മുറിയിൽ താമസിച്ചിരുന്ന, അതായത് 2 കിലോഗ്രാം പിടിച്ച മുറിയിൽ താമസിച്ചിരുന്നയാൾ KSUവിന്റെ പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആദിലായിരുന്നുവെന്നുള്ളതും ആദിലിനും ആകാശിന്റെയും മുറിയിലേക്ക് ആ പൊതി കൊണ്ടുവച്ചയാൾ ഷാലിക് എന്നുള്ളത് 2023 KSUവിന്റെ യൂണിറ്റിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചയാളാണെന്നുള്ളതും പുറത്തു വരുമ്പോൾ എന്തിനാണ് SFIയെ പിരിച്ചുവിടുന്നത്? പി കെ നവാസ്, 2 കിലോഗ്രാം പിടിച്ച മുറിയിൽ താമസിച്ചിരുന്ന ആദിൽ KSU പാനലിൽ മത്സരിച്ചയാളായിട്ടും ആ ആദിലിനും ആകാശിനും അടക്കം കഞ്ചാവ് വിതരണം ചെയ്തയാൾ അവിടുത്തെ ഈ പോളിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട KSUവിന്റെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നിട്ടും ആ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചെയ്ത് KSUവിലേക്ക് വരാൻ വേണ്ടി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തയാളായിരുന്നിട്ടും SFI പിരിച്ചുവിടണം എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. പി കെ നവാസ്, നിങ്ങളുടെ UDFിൽ തന്നെ പെട്ട പ്രബലമായ രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് CPM സംരക്ഷണം നൽകുന്നുവെന്നാണ്. അറസ്റ്റിലായിരിക്കുന്ന പ്രതി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെ സഹവാസി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെയും പ്രതിയുടെ സഹവാസിയുടെയും മുറിയിലേക്ക് കഞ്ചാവ് എത്തിച്ചയാൾ KSUവിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തയാളാണ്. പക്ഷേ കഞ്ചാവിന് CPM സംരക്ഷണം. ഇതെന്ത് ലോജിക്കാണ് പി കെ നവാസ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.